മഹത്വം എന്ന് പറഞ്ഞാൽ, ഗ്ലോറി എന്ന് പറയുന്നത് വെറും ഒരു വെളിച്ചമല്ല. ഗുഡ്നസ്, പ്രോസ്പെറിറ്റി, വെൽത്ത്, ഹെൽത്ത്, ഇത് മുഴുവൻ ചേരുന്നതാ ദൈവത്തിന്റെ ഗ്ലോറി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഗ്ലോറി എന്ന് പറയുമ്പം, ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ, പുറപ്പാട് പുസ്തകത്തിൽ 34 ഒരിക്കൽ മോശ ദൈവത്തിന്റെ മഹത്വത്തെ കാണണമെന്ന് പറഞ്ഞു. ദൈവം ഉടനെ പറയുന്നത്, ഞാൻ എന്റെ നന്മ നിനക്ക് കാണാം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്ന് പറയാനുള്ള എന്റെ കാരണം എന്താ? ക്രിസ്തു എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ മഹത്വം. ആ മഹത്വം എന്റെ അകത്ത് വരുമ്പോൾ എനിക്ക് പ്രത്യാശയാണ്. അപ്പോൾ ആ വാക്ക് എന്റെ കറക്റ്റ് ഉച്ചാരണം എങ്ങനെയായിരിക്കണം? ദൈവത്തിന്റെ മഹത്വമാകുന്ന ക്രിസ്തു എന്നിൽ ഇരിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ എനിക്ക് പ്രത്യാശയുണ്ട്. അങ്ങനെ വേണം ആ വചനം വരാൻ. ഒറ്റ വാക്കിൽ പറയുന്നത്, ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, ക്രൈസ്റ്റ് വിച്ച് ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ഗിവ്സ് മീ ഹോപ്പ്. ഇന്നത്തെക്കാലം മെച്ചമായിരിക്കും നാളെ, നാളത്തെക്കാലം മെച്ചമായിരിക്കും നാളെ കഴിഞ്ഞ്, ഓരോ ദിവസവും ബെസ്റ്റ് ആയിരിക്കും. ആൻഡ് ഗ്ലോറി, മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതോറും രണ്ട് കാര്യം: ഒരു വശം ദൈവഭയം കൂടിക്കൊണ്ടിരിക്കും, രണ്ട് ദൈവഭയം കൂടുന്നതോടൊപ്പം ആരോഗ്യപരമായും സാമ്പത്തികമായും സ്വർഗത്തിലെ സേഫ് തുറന്ന് ഒന്നിച്ച് മഴ പെയ്യുന്ന പോലെ നന്മ വന്നാൽ എങ്ങനെ ഇരിക്കും? ഒരു ബക്കറ്റിനകത്ത് നിറയ്ക്കാന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോഴത്തേക്ക് ഒരു ബക്കറ്റ് വെള്ളം എനിക്ക് കിട്ടിയെന്ന് ആരും പറയണ്ട. ഇറ്റ് ഇസ് യു എത്ര എടുക്കാൻ പറ്റൂ? യു വിൽ ഹാവ് ടു ഹാവ് എ ബിഗ് കണ്ടെയ്നർ.